ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു അമ്പായങ്ങ അച്ചാറിടാൻ പോവുകയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ അമ്പായങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് വേറെടുത്ത് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടൊരു അമ്പായങ്ങ അച്ചാർ തയ്യാറാക്കാനായി പോവുകയാണ്. കൊമ്പിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നമ്മളിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ മാങ്ങ ഒക്കെ അരിയുന്ന അതേ രീതിയിൽ തന്നെ നമ്മളിത് ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അതാണ് നമ്മൾ അമ്പാഴങ്ങ അച്ചാറിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, ചെറുതായി അരിഞ്ഞെടുത്താൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ചെറുതായിട്ടാണിത് അരിഞ്ഞെടുക്കുന്നത്. മാങ്ങക്ക് നമ്മൾ അച്ചാറിടുമ്പോൾ എന്തൊക്കെ ചേർക്കും അതുപോലെ തന്നെയാണ് നമ്മൾ അമ്പാഴങ്ങ അച്ചാറിടുമ്പോഴും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം അമ്പാഴങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ആവശ്യത്തിന് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടുന്ന സമയത്ത് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അച്ചാർ പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മിക്സാക്കി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അച്ചാറിടുക. അപ്പോൾ അച്ചാറിടുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള എല്ലാതും ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ അതും അതും നമുക്ക് അച്ചാറിടുന്ന സമയത്താണ് നമ്മളിനി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റാവട്ടെ ഇരുന്നിട്ട് നമുക്ക് അച്ചാറിടാം. ഇനി നമ്മളിത് അച്ചാറിടാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മളിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉലുവ 2 ടീസ്പൂൺ ഉലുവയാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും 6 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂപ്പായതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ ഒരു 4-5 കുടമാണ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇത്തിരി കൂടി കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് മൂത്ത് വരണം. അങ്ങനെ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മളിപ്പോൾ മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് മൂത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 1 ടീസ്പൂണ് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കാശ്മീർ മുളകും വേപ്പിലയും കൂടി വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മളൊരു 3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ കാശ്മീർ മുളകും വേപ്പിലയും കൂടി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അത് അധികം എരിവും ഇല്ലാത്തതാണ് ഈ മുളക്. ഇനി നമുക്ക് അമ്പാഴങ്ങ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്ക് അച്ചാർ പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. പകരം ഉലുവയും കടുകും കൂടി കായും കൂടെ വറുത്ത് പൊടിച്ച പൊടി കൂടി ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ ഇത് ചട്ടി ചെറുതും അമ്പായങ്ങ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അടിയിൽ നിന്ന് മേലേക്ക് ഇളക്കി കൊടുക്കണം.
അപ്പോഴല്ലേ അത് മിക്സ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അച്ചാർ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പായങ്ങൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഇതേപോലൊക്കെ ഒന്ന് അച്ചാറിട്ട് വെച്ചോളും. നല്ല മഴയൊക്കെ പെയ്യുമ്പോഴേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഇതിപ്പോൾ നന്നായി മിക്സായി കഴിഞ്ഞു. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതിൽ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമ്മളെപ്പോഴും അച്ചാറിടാനായിട്ട് മൺപാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഇത് കുറച്ച് വലിപ്പം കുറവുണ്ട് എങ്കിലും കുഴപ്പമില്ല, നന്നായി അടിയിൽ നിന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കണം. സുർക്ക കുറച്ച് ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ നന്നായിട്ട് മിക്സ് ആവാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അടിയിൽ നിന്നൊക്കെ നമ്മളൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചും കൂടി നമ്മൾ കാശ്മീർ മുളകും വേപ്പിലയും കൂടി പൊടിച്ച് വെച്ച് ഇത്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മളെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇതിലെല്ലാം ചേർത്തിട്ടുണ്ട്. കായവും ഉലുവപ്പൊടിയും അച്ചാർ പൊടിയും മുളക് പൊടിയും എല്ലാം നമ്മൾ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ചേർക്കാനായിട്ടില്ല. ഇപ്പോൾ എല്ലാം റെഡിയായി. ഇനി ഇത്തിരി കടുകെണ്ണ നമുക്ക് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കണം. അത് അച്ചാർ കേടാകാതിരിക്കാനായിട്ട് നമുക്ക് സഹായിക്കും. നമ്മൾ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പൊട്ടുന്ന കുപ്പിയിലാക്കി വെക്കണം, സൂക്ഷിക്കണം. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരിക്കലും അച്ചാർ വെക്കരുത്. പൊട്ടുന്ന കുപ്പിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ അച്ചാർ ഒക്കെ റെഡിയായി. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.